കാരണം ഇവിടെ നോക്ക്, നിങ്ങൾ ഇവിടെ പറഞ്ഞത് എന്താണെന്നറിയാം, നിങ്ങൾ സ്വർഗമൊന്നുമല്ല, ഭൂമിയിലൊരു ഉദാഹരണം പറഞ്ഞതാ. ഭൂമിയിലെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ആരെ പറ്റിയുള്ള ഉദാഹരണം? ഭൂമിയിൽ ഇഷ്ടം പോലെ ചെലവഴിച്ചു, ഈമാനില്ലാത്തവൻ എത്ര കൊടുത്താലും ഭൂമിയിൽ തൽക്കാലം ഇങ്ങനെ ഉപകാരപ്പെടും. പത്രങ്ങളുടെ 1-ാം പേജിൽ അയാളുണ്ടാകും, മരിച്ചാൽ വലിയ കവറേജ് കിട്ടും അയാളുടെ വാർത്തക്ക്. ശരിയാണ്, മദർ തെരേസ മരിച്ചപ്പോൾ ലോകം മുഴുവൻ ഭയങ്കര സംഭവമാക്കി. അമ്മ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ലോകം മുഴുവനും അമ്മയെന്ന് വിളിച്ചു, ആദരിച്ചു, അല്ലേ? നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവരുടെയൊക്കെ കഥ എന്താണ്? മദർ തെരേസയുടെ കഥ എന്താണ്? അമ്മയുടെ കഥ എന്താ? നമ്മുടെ ജമാഅത്തുകാർ, ഇന്നലെ നമ്മുടെ എഞ്ചിനീയർ അഹമ്മദ് സാഹിബ് എന്നോട് പറഞ്ഞു, ജമാഅത്തുകാർക്ക് എന്തോ ഒരു നിർബന്ധമാണ്, ഒന്ന് എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് അവരെ ഒന്ന് സ്വർഗത്തിലാക്കിക്കൊള്ളണം. മദർ തെരേസയൊക്കെ സ്വർഗത്തിലാണെന്നാ ജമാഅത്തുകാരുടെ അഭിപ്രായം. എന്താ പറയണത്? കുറെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയവരല്ലേ, അതൊക്കെ ദൈവത്തെത്താതെ പോയ കക്ഷിയായിരിക്കും. നമ്മൾ എന്തിനാ പോലെ നരകത്ത് കാക്കണം? എന്താ ഇവരെയൊക്കെ സ്വർഗത്തിലാക്കാഞ്ഞിട്ട് ഇത്ര വലിയൊരു? നോക്ക് നിങ്ങൾ, നല്ല മുവഹീദീങ്ങളും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന റസൂലുള്ളാഹി തങ്ങളൊന്ന് വികാരാർദ്രമായ ഭാഷയിൽ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചപ്പോഴേക്ക് മൊത്തം മുശ്രിക്കാക്കാൻ മടിയില്ലാത്ത ഒരു കമ്പനി. മദർ തെരേസ സ്വർഗത്തിലാണത്രേ. ഇതിന്റെ വിഷയം കടുപ്പം നിങ്ങൾ മനസ്സിലാക്കണം. യാ റസൂലല്ലാഹ് എന്ന് ഉള്ള നിറയെ ബഹുമാനവും സന്തോഷവും വെച്ചിട്ടൊന്നാണ്ട് വിളിച്ചാൽ ആ ആളെ പറ്റി ഒരു അഭിപ്രായ വ്യത്യാസ, അയാൾ സ്വർഗത്തിൽ തന്നെയാണോ? അതേ സമയത്തോ മദർ തെരേസ സ്വർഗത്തിലാണ്. അതും കൂടെ പറയാൻ ഇത് ഉപകരിക്കും. ഇമാം റാസി പറഞ്ഞത് മറ്റൊരാശയത്തിനാണ്. അയവദ്ദു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടോ, അൻ തകൂന ലഹു ജന്നത്തും മിൻ നഖീലിൻ വഅനാബ്, അയാൾക്ക് സമഗ്രമായൊരു തോട്ടമുണ്ട്, സമൃദ്ധമായൊരു തോട്ടമുണ്ട്, അങ്ങനെ പറയാം, സമൃദ്ധമായൊരു തോട്ടം, മിൻ നഖീലിൻ വഅനാബിൻ, ഈത്തപ്പനയും മുന്തിരിയും. കണ്ടോ, അവിടെ ആ ഈത്തപ്പനയും മുന്തിരി എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള തോട്ടവും ഉണ്ട് എന്നാണ് അർത്ഥം. കാരണം അങ്ങനെ വെക്കണം, അപ്പോഴേ ഇതിന് ഗൗരവം കിട്ടുള്ളൂ. മിൻ നഖീലിൻ വഅനാബിൻ, വള്ളി സൈസുള്ള, അതുപോലെ തന്നെ തടിമരത്തിനാലുള്ള എല്ലാം ഉണ്ട്. തെങ്ങുണ്ട്, കഴുങ്ങുണ്ട്, അതുപോലെ തന്നെ റബ്ബറുണ്ട്, എല്ലാ വരുമാനങ്ങളുമുണ്ട്. അതേ രൂപത്തിൽ തന്നെ ചെരങ്ങയും കക്കരിക്കയും വെള്ളേരിയും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങേ പുറത്തുമുണ്ട്. എല്ലാ പഴവർഗ്ഗങ്ങളുമുണ്ട്, എല്ലാ തരത്തിലുള്ള വരുമാനങ്ങളുമുണ്ട്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, ഒരു സമൃദ്ധമായ തോട്ടം, അതിലില്ലാത്ത ഒരു സാധനവും ഇല്ല. ഒരു 10 ഏക്കർ പരന്നു കിടക്കുന്ന ഭൂമി, അതിലെല്ലാ സാധനവുമുണ്ട്. എന്നാൽ ആ ഭൂമിയിലെ തോട്ടത്തിലേക്ക് മുഴുവനും വെള്ളമെത്തിക്കാൻ ജലസേചനത്തിന് ആവശ്യമായ വെള്ളവും വേണം. ആ വെള്ളം തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തിലൂടെ ആറുകൾ ഒഴുകിപ്പോകുന്നുണ്ട്. അതിന്ന് വെള്ളം നനച്ച് സുഖമായി അത് വളർത്തുകയും ചെയ്യാം, പരിപാലിക്കുകയും ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു മുതലാളി അയാൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് അവസാനം പറയാം വിഷയം എന്താ. ലഹു ഫീഹാ മിൻ കുല്ലി സമറാത്ത്, അയാൾക്ക് ആ തോട്ടത്തിലില്ലാത്ത പഴങ്ങളില്ല. മിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ കാരക്കത്തോട്ടം മുന്തിരിത്തോട്ടം ആണെങ്കിൽ അത് രണ്ടും തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ പറഞ്ഞത് അതല്ല എന്ന് ഇന്നും തന്നെ ബോധ്യമാണ്. ലഹു ഫീഹാ മിൻ കുല്ലി സമറാത്ത്, തേങ്ങയുണ്ട്, അടക്കയുണ്ട്, ഒക്കെ ഉണ്ട്. ലഹു ഫീഹാ മിൻ കുല്ലി സമറാത്ത്. ഇമാം റാസി പറഞ്ഞത് ഇങ്ങനെ ബോധ്യപ്പെടുകയാണ്. ആയത്തുകളുടെ വചനങ്ങളിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ തല കൊടുക്കുമ്പോൾ സംഗതി ബോധ്യപ്പെടുന്നു. എന്നിട്ട് പറഞ്ഞു അസ്വാബഹുൽ കിബർ, അങ്ങനെയുള്ള ഒരു വലിയ മുതലാളി. ഈ മുതലാളിയെ പറ്റി നിങ്ങളുടെ നാട്ടിൽ നല്ല മുതലാളിയായിരിക്കും ഇയാൾക്ക് നല്ല നിലയും വരികയായിരിക്കും, ഇയാൾക്ക് നല്ല അംഗീകാരമായിരിക്കും. അയാൾക്ക് അസ്വാബഹുൽ കിബറു, അയാൾക്ക് വാർദ്ധക്യമെത്തി. പെട്ടെന്ന് ആ വാർദ്ധക്യം അയാളെ വന്ന് പിടിച്ചത്. കുറച്ച് പ്രായമൊക്കെ ആയതിൻ്റെ ശേഷമായിരുന്നു കല്യാണം കഴിച്ചിരുന്നത്, അല്ലെങ്കിൽ കല്യാണം കഴിച്ച മക്കളൊക്കെ ഉണ്ടായിരുന്നു. മക്കളൊന്നും ഇയാളെപ്പോലെ ബിസിനസ് കണ്ടുള്ളവരല്ല, അല്ലെങ്കിൽ കൃഷി കണ്ടുള്ളവരല്ല. മക്കളൊക്കെ ഒരു തരം ഏതാണ് ഹാഫ് മെയിൻ്റെ അവർക്കൊക്കെ ഉള്ളൂ എന്ന് വെക്കാം. വലഹൂദുരീയത്തും ദുഅഫാ, അപ്പോഴാ പറഞ്ഞത് അയാൾക്ക് കുറെ ദുർബലരായ മക്കളാ ഉള്ളത്. കുറെ മക്കളുണ്ട്, 8-10 മക്കളുണ്ട്, പക്ഷെ അവരൊക്കെ ദുർബലരാ, കാര്യത്തിന് പോകുന്ന ഒരു മക്കളും ഇല്ല. ഇങ്ങനെ സമൃദ്ധമായൊരു തോട്ടം ഇയാൾക്കുണ്ട്. ആ ആൾക്ക് എത്ര സന്തോഷം ഉണ്ടാകും വാർദ്ധക്യം വരുമ്പോൾ. സന്തോഷം ഉണ്ടാവും, കാരണം ഓടി നടന്ന് ഇങ്ങനെയൊക്കെ എടുത്ത് നാട്ടിലൂടെ പറന്നിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ആ പെട്ടെന്ന് അങ്ങ് വീണു. അപ്പം അയാളുടെ മനസ്സിലൊരു വല്ലാത്ത സന്തോഷം ഉണ്ടാവും. എന്താ, പഠിച്ചോനെ അന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചെങ്ങായിമാരൊക്കെ കണ്ട് ഞാൻ അന്ന് ഇരുന്നിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ കൂടുവോ? ഞാൻ അന്ന് ഉണ്ടാക്കിയിട്ടത് കൊണ്ട് ഇവർക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാന്ന് കരുതി നല്ല സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ
ഫഅസാബഹാ ഇഅ്സാറുൻ ഫീഹി നാർ. നല്ല ഒരു തീക്കാറ്റങ്ങേറ്റു, നല്ല ഒരു തീക്കാറ്റങ്ങേറ്റു ഈ തോട്ടത്തിന്. ഈ സമൃദ്ധമായ തോട്ടം അതാ ഒരു തീക്കാറ്റ് വന്നു. ഫഹ്തറഖത്, കത്തിക്കരിഞ്ഞുപോയി. ഇങ്ങനെ ഉണ്ടാകാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ എന്ന് പറഞ്ഞാൽ, ആവും കാലത്ത് ഇയാൾ നല്ലോണം സമൃദ്ധമായി ജീവിച്ച ആളാ. ആ സമൃദ്ധി കിടപ്പിലാകും.